പടക്കുതിരയുടെ പ്രൊമോഷന് വേണ്ടി അജു വർഗീസ് ഓടി. ഷൈജേനുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയണ്ടായിരുന്നു ഓടിയത്. ജോമോന്റെ പോലും ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ളായിരുന്നു. നാലാം ഷക്കീലയുടെ പടം അല്ലേ? ഇപ്പോഴും അവിടെ നിൽക്കണേ ഉള്ളൂ. നരസിംഹത്തിനൊപ്പം ക്ലാഷ് ആയിരുന്നു. രണ്ട് സൂപ്പർ ഹിറ്റ്. അപ്പൊ ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റ്, മറ്റേത് ചെറുപ്പക്കാർ. കുറച്ച് ഉത്തരവാദിത്വം ഇല്ലാത്ത എന്റർടൈനർ ആണ്. ഉത്തരവാദിത്തമില്ലാത്ത കുറച്ച് പേരുടെ കഥ ധ്യാൻ ശ്രീനിവാസൻ. ജനുവരി റിലീസ് ചെയ്യാന്ന് വെച്ച് പ്രൊമോഷൻ ഒക്കെ ചെയ്തപ്പോഴാണ് തുടരും എന്ന് പറഞ്ഞൊരു വലിയ ചലച്ചിത്രം അപ്പൊ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫെബ്രുവരി മാർച്ച് നോക്കിയപ്പോഴത്തേക്ക് എമ്പുരാൻ വലിയ ചിത്രം ഉണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏപ്രിൽ 24 ഫിക്സ് ചെയ്തു. അപ്പൊ ഏപ്രിൽ 25 വീണ്ടും തുടരുന്നു. ഇപ്പൊ തുടരും 25 വരുന്നു. നമ്മളിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതുപോലെ അവിടെ ഇരുന്നിട്ട് പടക്കുതിര ഇറങ്ങുന്നുണ്ട്. ഞങ്ങള് മാറ്റണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പ്രൊഡ്യൂസറും ലാലേട്ടനും ആന്റണി പെരുമാറും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ്. പടക്കുതിര അവര് മാറ്റുമോ അതോ ഞങ്ങൾ തുടരും മാറ്റി വെക്കണം? അവരുടെ ടെൻഷനിലാണ് അവര് പോകുന്നത്. ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു അങ്ങനൊന്നും ഇല്ലാന്ന് പറയാൻ. നമ്മളുടെ ഏതെങ്കിലും മോശം സിനിമ ഇന്നലെ കണ്ടിട്ട് വരികയാണെങ്കിൽ ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ കണ്ടോ? ദേ എങ്ങനെയാണ് സ്പെഷ്യൽ ആയേക്കുന്നതെന്നൊക്കെ നോക്കിക്കേ. ഇവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം. കാരണം കുറച്ച് 2 മാസമായിട്ട് എന്റെ അജു ദേ പടക്കുതിര ഇന്ന് വരുന്നു നാളെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 മാസം നിങ്ങൾ പ്രൊമോഷൻ തുടങ്ങിയിട്ട്. ഇതെന്താ ഇത്ര നേരത്തെ ഇങ്ങനെ പ്രൊമോഷൻ? നമ്മൾ ജനുവരിയിൽ റിലീസ് ചെയ്യാൻ എന്നാ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ജനുവരി റിലീസ് ചെയ്യാന്ന് വെച്ച് പ്രൊമോഷൻ ഒക്കെ ചെയ്തപ്പോഴാണ് തുടരും എന്ന് പറഞ്ഞൊരു വലിയ ചലച്ചിത്രം അപ്പൊ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫെബ്രുവരി മാർച്ച് നോക്കിയപ്പോഴത്തേക്ക് എമ്പുരാൻ വലിയ ചിത്രം ഉണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏപ്രിൽ 24 ഫിക്സ് ചെയ്തു. അപ്പൊ ഏപ്രിൽ 25 വീണ്ടും തുടരും. ഇപ്പൊ തുടരും 25 വരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ ഡെസ്റ്റിനി? പടക്കുതിര വേഴ്സസ് തുടരും. നെവർ. ഒരിക്കലുമില്ല. ഞങ്ങൾ അതിനെ പേടിച്ചിട്ട് ഓടിയത്. വേറൊന്നല്ല, ഇപ്പൊ ഒരു വലിയ ചിത്രം വരുമ്പം കമ്പാരിറ്റീവ്ലി ഹൈപ്പ് കുറവുള്ള ഒരു ചിത്രം അതിന്റെ ഒരു റിക്കവറി മോഡലിന് ബെനിഫിഷ്യൽ ആവാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് പ്ലാൻ ചെയ്യുന്നതാണല്ലോ. കൂടെ ഇറങ്ങി ക്ലാഷ് വേണ്ടെന്ന്. നിങ്ങൾ എവിടെ പോയാലും കൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടരും. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആ ഒരു നമ്മുടെ സിനിമയ്ക്ക് നമുക്ക് ഹോപ്പ് ഉണ്ടല്ലോ. ലൈക്ക് അത് വേറെ ജോണർ ആണ്. തുടരും ഒരു ടോട്ടലി വേറെ ജോണർ. ഫാമിലി ഡ്രാമയാണ്. നമ്മുടെ നല്ല ഒരു ഉത്തരവാദിത്തമില്ലാത്ത എന്റർടൈനർ ആണ്. ഉത്തരവാദിത്തമില്ലാത്ത കുറച്ച് പേരുടെ കഥ ധ്യാൻ ശ്രീനിവാസൻ. ഞാനത് ഏത് പേര് പറയുന്ന ഓർത്തിട്ടായിരുന്നു. പാവം ധ്യാൻ ആ സിനിമയിലേ ഇല്ല, എന്നാലും അതിന് വെറുതെ ഓരോ കൊടുത്തിട്ടൊരു ഒറ്റ പോക്ക്. അപ്പൊ പിന്നെ നമുക്ക് നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വെറുതെ നിക്കണ്ട, നമുക്ക് കുറച്ച് നടക്കാം. ഞങ്ങൾ കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. അപ്പൊ ഈ പടക്കുതിര ചൂടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, സാരല്ലേ. ഇതൊക്കെ നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി, പടക്കുതിരയ്ക്ക് വേണ്ടിട്ട്. ഈ പടക്കുതിര എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് കുതിര ഉണ്ടോ ശരിക്കും? ഇല്ല, അത് ഞങ്ങളുടെ മാഗസിന്റെ പേരാണ്. ഈ കഥാപാത്രത്തിന്റെ പേര് നന്ദകുമാർ എന്നാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അതിൽ പുള്ളിയുടെ അച്ഛൻ ഒരു നല്ല മാധ്യമ സ്ഥാപനമായിട്ട് നല്ല, അതായത് സുതാര്യമായ സത്യസന്ധമായ വാർത്തകൾ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ എടുത്തൊരു പടുത്തുയർത്തിയ ഒരു സ്ഥാപനമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം മകനാണെങ്കിൽ അത് എന്താ പൂർണ്ണമായിട്ടും തോന്നിവാസ രീതിയിൽ അത് ഏറ്റെടുത്ത് ഇപ്പൊ അതിന് ഒരു യെല്ലോ മാഗസിന്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ല. മഞ്ഞ വാരിക പത്രമല്ല. അപ്പൊ അങ്ങനത്തെ അതെ, എന്റെ ഓഫീസിലെ എന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ നെടുന്തൂണുകളായിട്ടുള്ള
എന്റെ നന്ദകുമാറിന്റെ ജീവിതത്തിലെ വ്യക്തിയാണ് സിജ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ സിജി അല്ല മഞ്ഞ ആക്കാനുള്ള കാരണം ജെനുവിൻ ജേർണലിസ്റ്റ് ആണ്. കുറെ ശരിക്കുള്ള ഒരു ന്യൂസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. കീർത്തി ആണ് ക്യാരക്ടറിന്റെ പേര്. അജുനെ വളരെ ചെറുപ്പം മുതലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അജുയുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാള്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്തിനാണ് കുട്ടി ആ പടക്കുതിരകത്ത് ഞങ്ങളെ സഹായിക്കുന്ന ആ പണിയെടുക്കാൻ അവിടെയും വരില്ല, ഇവിടെയും പ്രൊമോഷൻ വരില്ല. സെൽഫി നിങ്ങൾക്ക് എത്ര ദിവസം ഷൂട്ടിലുണ്ടായിട്ട് സെൽഫി എടുക്കാൻ പറ്റും? ഇതാണ് ഡയറക്ടർ. ഇങ്ങനെയും പിള്ള ഇവരോടൊപ്പം നടന്ന് ഇങ്ങനെ ഇങ്ങനെ കുറച്ചു മുമ്പ് ചായ ഒക്കെ കൊണ്ട് ഇവരെ കൊണ്ട് എന്തൊക്കെയോ റീലൊക്കെ അടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഡയറക്ടറാണോ? എടുക്കുന്ന ഒരു ഫണ്ണി ഫിലിം ആയതുകൊണ്ട് തന്നെ അതിന്റെ രാവിലെ തൊട്ട് സ്കൂളിൽ പറഞ്ഞു വിടുന്ന പോലെ ഷൂട്ട് മനുഷ്യനെ ഇന്റർവ്യൂവിന് വിളിക്കാതെ ഒറ്റയ്ക്ക് എന്റെ ടീം, എന്റെ പേഴ്സണൽ ടീം, ഇത് എന്റെ പ്രൊഫഷണൽ മനസ്സിലായി എന്തുകൊണ്ട് അത് മഞ്ഞയായി എന്നുള്ളത്. ആണോ? എനിക്കൊന്നും സപ്പോർട്ടാണല്ലോ. ഞങ്ങൾ എന്തൊക്കെ ആലോചിച്ച് സീരിയസ് ആയിട്ട് ഇറങ്ങിയതാണ്, എന്നിട്ട് അത് വാരി എവിടം വരെ എങ്ങനെയൊക്കെ വന്ന് പോയി എന്നുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഡയറക്ടർ സർ, അപ്പൊ സീരിയൽ ഇപ്പുറത്തോ അല്ലെങ്കിൽ ചേച്ചി ഒരു സൈഡിലായി. കുഴപ്പമില്ല. ഒരു എന്താ പറയാ, ഒരു സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. നമ്മളോടൊപ്പം ഉള്ള ഈ സഹവാസത്തിൽ സൈക്കോളജി സലോൺ സൈമൺ ഡയറക്ടർ സലോൺ സൈമൺ. അങ്ങനെയല്ല, അദ്ദേഹം സിനിമ എഴുതാൻ തുടങ്ങിയപ്പോ തന്നെ ഈ കഥയും കഥാപാത്രവുമായിട്ട് ഇത് നിങ്ങളെയൊക്കെ കണ്ടു മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആദ്യം നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഡയറക്റ്റ്. ഇതാണോ സത്യം? ഡോക്ടർ ഏറ്റെടുത്തതാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കളിയൊക്കെ വിട്ടിട്ട് വരാം. എങ്ങനെയാണ് ഇവരൊക്കെ പടക്കുതിരയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? എന്തുകൊണ്ട് ഇവര് തന്നെ വേണം എന്ന് ഡയറക്ടർക്ക് തോന്നിയത്? ആണോ? അങ്ങനെ പറയാൻ പാടില്ല. അജൂബ ഭയങ്കര ബിസി ആയിട്ട് വെബ് സീരീസ് അത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് ഫ്രീ ഡേറ്റ് ഉണ്ട്. സാറിന് നന്നായിട്ട് അറിയാം, സിജിക്കും അറിയാം, ഒരു വിളിക്കായിട്ട് ഇങ്ങനെ ഞാൻ പടം തുടങ്ങാൻ നേരത്ത് ഇവരൊക്കെ ബിസിയാ. അഖിലേട്ടൻ എത്ര പടം അത് പടക്കുതിര സമയപ്പോഴത്തേക്കും പട്ടത്തിന്റെ കളിയായി. പ്രേമലു കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു ജോമോൻ ജ്യോതിരും ഗുരുവായൂർ കഴിഞ്ഞ ജോമന് രോമാഞ്ചവും വാഴ അത് കഴിഞ്ഞിട്ടാ, നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാ. അപ്പൊ സിജ മാത്രമായിരുന്നു അവിടെ ഫ്രീ ആയിട്ട് നിന്നിരുന്നു? തമിഴില്. അപ്പൊ എല്ലാരും ഭയങ്കര ബിസി ആയിട്ട് നിന്ന സമയത്ത് ഞങ്ങൾ രണ്ടുമാണ് നിന്ന് തുടങ്ങാൻ അപ്പൊ എങ്ങനെയാണ് ഈ സൈക്കോളജിക്കലി ഇവരെല്ലാരെയും കൂടി സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത്? അയ്യോ, ഇതിന് സൈക്കോളജി അല്ല. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ആദ്യം മനസ്സിൽ വന്നത് അജന, വേറെ ആരും വന്നില്ല. ഇന്റർവ്യൂല് എന്നെ ചേട്ടാന്ന് വിളിക്കരുത്. പ്രൊഫഷണൽ രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം. അതേ തമിഴിലാ വർക്ക് ചെയ്ത്, തമിഴ് ഇൻഡസ്ട്രി. അവിടെ എല്ലാരും അങ്ങോട്ട് സാറാ, അത് മനസ്സിലാക്കും. ഈ മനുഷ്യൻ ശരി. അപ്പൊ അജു സാറിന് വേറെ ആരും കാണാൻ പറ്റിയില്ല. അത് അങ്ങനെയാണ് ഞാൻ നമ്മുടെ 2 കൺട്രീസിലെയും ആ പഴയ അജറിനെ തിരിച്ചു കൊണ്ടുവരാന്നല്ല, ആ സ്ക്രിപ്റ്റിൽ അതായിരുന്നു. ഇത് ആദ്യം നോക്കിയപ്പോ ഈ മൂവി ഡിസംബർ 2025 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ആദ്യം ഞാൻ വായിച്ചത്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മാസം മുമ്പ് മുതലേ പല നിങ്ങൾ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴൊക്കെ ഇത് എന്ത് പറ്റി, എന്താണ്, വല്ല ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ, വേറെ വല്ല പ്രോബ്ലം ആണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിലേ എന്നുള്ളത്. അപ്പം ആ കാരണം ഓടി കുട്ടി ഇവിടെ വന്ന് നിൽക്കാണ്. ഈ നമ്മള് വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോ സിംഹം എപ്പോഴും പതുങ്ങിയിരിക്കും.
ഇങ്ങനെ ഇരിക്കാൻ സിംഹങ്ങൾ. അതെ, ഞങ്ങൾ കറക്റ്റ് ഏരിയയിലെ കാണുമ്പോഴത്തേക്ക് വാവ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുറകിൽ വലിയൊരു സിംഹം Dinosaur ആയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു ഡൈനോസർ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങള് ഇനിയിപ്പോ വേറെ ഡേറ്റ് മാറ്റുന്നില്ല. ഞങ്ങൾ മാറ്റൂല. നമ്മളിതിൽ കാര്യം മാറ്റി മാറ്റി പേടിച്ച് എത്ര കൊടുക്കും. അതന്നെ, ഇത് മര്യാദക്ക് ചാനൽ തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിലോ. ആക്ച്വലി തന്നായിരുന്നേനെ. എടാ കഴിഞ്ഞ ഇന്നലെ നമ്മുടെ ചേട്ടൻ പറയായിരുന്നു, അഖിലേട്ടൻ പറയായിരുന്നു, നമ്മളിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതുപോലെ അവിടെ ഇരുന്നിട്ട് മോഹൻലാലും ബാക്കിയുള്ളവരൊക്കെ പടക്കുതിര ഇറങ്ങുന്നുണ്ട്, ഞങ്ങള് മാറ്റണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പ്രൊഡ്യൂസറും ലാലേട്ടനും ആന്റണി പെരുമാറും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ്, പടക്കുതിര അവര് മാറ്റുമോ അതോ ഞങ്ങൾ തുടരും മാറ്റി വെക്കണോ, അവരുടെ ടെൻഷനിലാണ് അവര് പോകുന്നത്. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഫൈറ്റും. അതെ, ആ സ്ട്രോങ് വിൽ പവർ, ആ ഒരു സംഭവം വേണ്ടത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ വെച്ച കാലം മുന്നോട്ട്. ഞങ്ങൾക്ക് അതിനുള്ള കണ്ടന്റ് ഉണ്ട്. പിന്നെ എന്താണ്, നിങ്ങളുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഫുൾ സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പൊ നമ്മൾ വെറുതെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ കുറച്ചു നേരമായിട്ട് നടന്നു, ഇപ്പൊ എല്ലാരും വെറുതെ നിക്കാണ്. ഇനി നമുക്ക് കുറച്ച് കളി പേര് കേൾക്കുമ്പോ തന്നെ പടക്കുതിര എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ കുതിര പോവാണ്. അപ്പൊ പടക്കുതിരകളായിട്ട് നിങ്ങൾ നേരെ കയറിയാൽ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഓടി അപ്പുറം ചെന്ന് അവിടെ എത്താം. ആരാദ്യം അവിടെ എത്തും നോക്കാം. അതെന്താ സ്പീഡ് നടക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കും, നിങ്ങൾ 4 പേര് ഡയറക്ടറിനെ കൂടെ കൂട്ടല്ലേ. അല്ല, ഞാൻ ഒരാള് വേണ്ടേ നോക്കാം. ഓടാ മത്സരം, ഓട്ടം നടക്കാനാണ് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ഇവിടെ കയറി ഇവിടെ വരെ എക്സസൈസ് ഇല്ല. ഇവിടെ അങ്ങനെ കയറി ഇറങ്ങാം. ഇത്ര പോരെ, സ്ട്രീറ്റ് അല്ലേ, സ്ട്രീറ്റ് മതി. നമുക്ക് കുറച്ച് വളഞ്ഞു വഴി പിടിക്കാം. പടക്കുതിരയുടെ പ്രൊമോഷന് വേണ്ടി അജു വർഗീസ് ഓടി. അങ്ങനെയെങ്കിലും നമുക്ക് 2 കാലറി കുറയ്ക്കാം. ഒന്നും പറയണ്ടായിരുന്നു ഓടിയത്. അപ്പൊ റെഡി, അപ്പൊ സ്പീഡ് നടക്കണം കേട്ടോ. ഞങ്ങൾ നോക്കും ആരാണ് ആദ്യം എത്തുന്നത്. ഓക്കെ, റെഡി, സ്റ്റഡി, കം. 1 2 3 പോരാ, ഇതെന്താ റിലാക്സ്ഡ് വാക്കിംഗ്. നടക്കില്ല. സിനിമ ഇങ്ങനെ പോയ ആദ്യം ആൾക്കാരെ ഇങ്ങനെ കണ്ടാ മതിയോ പ്രേക്ഷകര്? ഫസ്റ്റ് കിട്ടുന്ന മുമ്പേ പോകണം. ഇവിടെ നിന്നോളാൻ, ഇവിടെ നിന്ന് പോരാ. നിങ്ങൾ ഇങ്ങനെ സിനിമക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ റിലാക്സ്ഡ് ആയിട്ട് വന്നാ മതിയോ? പടം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവര് സ്പീഡിന് ഇറങ്ങിക്കോളും. ഇറങ്ങി കഴിഞ്ഞിട്ട് റിലാക്സ് മലയാളം കുറച്ച് പ്രശ്നമുള്ള ആരും അതിൽ കമന്റ് ഉണ്ടാവും, ഉദ്ദേശിച്ച ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഷമീറിന്റെ ശബ്ദം കേക്കട്ടെ. ഷമീർ എന്തുകൊണ്ട്, എങ്ങനെ, എങ്ങനെയൊക്കെ എത്തി പടക്കുതിരയിൽ? ഞാൻ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പൊ തിയേറ്ററിൽ സിനിമ അല്ലാതെ പിന്നെ വേറെ എപ്പോഴും എല്ലാത്തിലും കൗണ്ടർ തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അപ്പൊ പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് എപ്പോഴും വന്നോണ്ടേയിരിക്കും. അതാ പറഞ്ഞു ഫസ്റ്റ് ഡേയില് ഇന്ന് പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് അയച്ചേട്ടന് കുതിരപ്പുറത്ത് ഇറക്കണം. അത് അതൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അതാണ് ഭയങ്കര വലിയ പ്ലാൻ. അജു അതൊന്നും അറിഞ്ഞില്ലേ? അവിടെ കുതിരപ്പുറത്ത് കൊണ്ടുവരുന്ന ഐഡിയ ഓക്കെ, പക്ഷെ ഇറക്കണോ ക്രയം കൊണ്ടുവന്നു. ആടുതിരിക്ക് വേണ്ടി കുതിര പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല. പഠിച്ചിട്ട് വന്നല്ലോ. ഹൈജൊക്കെ ബാംഗ്ലൂർ പോയി പഠിച്ചു കഴിഞ്ഞാൽ പോയില്ല, നന്നാവൂല. അതുകൊണ്ടല്ല പഠിക്കണ്ട, എനിക്ക് മടിയാ. എന്നോട് പറയല്ലേ, ഞാൻ ചെയ്യൂല. ഇതാണോ ഡമ്മി കുതിരയുണ്ടല്ലോ. പക്ഷെ ആദ്യം ഒന്ന് ആലോചിക്കേ, സ്ക്രീനില് നമുക്ക് നമ്മള് മമ്മൂക്കേനൊക്കെ കാണില്ല. അതെന്താ അറിയില്ല. അതൊക്കെ ഒരു വല്ലാത്തൊരു ആക്ട്. നമ്മള് ബിഗ് സ്ക്രീനിൽ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് അത് കാണുമ്പോൾ ഓക്കെ ശരി. അപ്പൊ തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിപ്പം ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു കോൾ. ഞാനോ? മറന്നുപോയല്ലേ? അന്ന് ഞാൻ വിളിച്ച കാര്യമാണോ പറഞ്ഞത്? അപ്പൊ ഇതിന്റെ ഉത്തരവാദികളായിരുന്നല്ലേ? ഞാൻ പ്രേമിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷമീറിന്റെ മറ്റേ ഡയലോഗ് എന്താ,
പെണ്ണിനോട് നീ നിർത്തിക്കോ. പെണ്ണെ നീ നിർത്തിക്കോ എന്ന് പറയുന്ന ഒരു ഡയലോഗും പിന്നെ കൊക്കക്കോളയൊക്കെ എടുത്തു കൊടുക്കും. അതെ അതെ. അതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമായി അദ്ദേഹത്തിന്. അപ്പൊ ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ സാറും ഞാൻ കൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോ സാറും പറഞ്ഞ പ്രേമലൂല് നമ്മൾ നമ്പർ ഒപ്പിച്ച് ഞാൻ വിളിച്ച് കാര്യം ചോദിക്കും. ഓ അങ്ങനെ അങ്ങനെ വിളിച്ചതാണ്. സിനിമ കണ്ടോണ്ടിരുന്നപ്പോ ഇപ്പൊ ഞാൻ അജു വർഗീസാണ്. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ വിളിക്കുന്നത്. പ്രാങ്ക് ആയിട്ട് തോന്നിയപ്പോ? പ്രാങ്ക് ആയിട്ട് തോന്നിയോ? അത് ഒറിജിനൽ അജു തന്നെ പ്രാങ്ക് ആയിട്ട് തോന്നിയില്ല. തോന്നിയില്ല. സൗണ്ട് ആയിട്ട് മനസ്സിലായി. ഓക്കെ. പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു തിയേറ്ററിലാണെങ്കിൽ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്തു. ഞാൻ ഇന്റർവെല്ലിൽ ഇറങ്ങിയിട്ട് വിളിച്ചപ്പോ ഇങ്ങനെ കാര്യം പറഞ്ഞു. പ്രേമല് കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരു പടം വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ അത് പറഞ്ഞു. കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഷമീറിന്റെ കോണ്ടന്റുകളൊക്കെ ഞാൻ കണ്ടത്. ഭയങ്കര സോപ്പ് എല്ലാം പിന്നെയാണ് അങ്ങനെ പോയി സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഇത് ഫുൾ കണ്ടു. അവന്റെ പൂച്ചയും ചെലന്തി ജോമോന്റെ പോലും ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ളായിരുന്നു. 4-ാം സിംഹമല്ലല്ലോ, ജലസിംഹം ഷക്കീലയുടെ പടം അല്ലേ? ഇപ്പോഴും അവിടെ നിൽക്കണേ ഉള്ളൂ. സെൻസർ ചെയ്തൊരു പടമല്ലേ അതെ. അതെ, നരസിംഹത്തിനൊപ്പം ക്ലാഷ് ആയിരുന്നു. പിന്നെ ക്ലാസ് രണ്ട് ഹിറ്റ് അല്ലേ? 2 സൂപ്പർ ഹിറ്റ്. അപ്പൊ ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റ്, മറ്റേത് ചെറുപ്പക്കാരുടെ. അതെ, അപ്പൊ ജോമോനെ പിന്നെയും ആ സമയം കൊണ്ട് രോമാഞ്ചം വേറൊരു സിനിമയും കൂടെ കണ്ടിരുന്നു. സോ കുറച്ചുകൂടി അറിയായിരുന്നു. ബട്ട് ഈ രണ്ടുപേരുടെ ഒരു ഇതില് നമ്മൾ അവരെ ഇന്ന് വരെ അവര് ചെയ്യുന്ന സിനിമകളിൽ നിന്ന് പ്രേമലു വാസ് ഡിഫറെന്റ്. ഷമീറിനെ വേറെ രീതിയിലാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആ ഡയറക്ടർ അങ്ങനെയാണ് അത് കൺസീവ് ചെയ്ത് നമുക്കറിയാം. ഇതിലും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം ചില സമയങ്ങളിലൊക്കെ ഇവരുടെ ഉള്ളിൽ നാച്ചുറലി ഉള്ളൊരു പെട്ടെന്നുള്ള ഇൻസ്റ്റൻസ് സാധനങ്ങൾ വരും. അത് കൃത്യമായി ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും സാധാരണ മൂവിയുടെ പ്രൊമോഷൻ മൂവിയുടെ പ്രൊമോഷൻ ഇതുവരേക്കും പടക്കുതിര ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ AC റൂമിൽ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശേഷങ്ങൾ പറയുന്നു, അങ്ങനെതല്ലേ? ഇതായിരിക്കണം എന്റെ ഒരു അറിവിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ്. കുറെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ വർഷം കഴിഞ്ഞാ പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആൻഡ് ഫ്രഷ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് ക്രൗഡിനെ കാണാം, ഒരുപാട് പബ്ലിക് ഉണ്ട്. അവരോട് ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? സൂപ്പർ ആയിട്ട് ഇന്ററാക്ട്. ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഇന്ററാക്ഷൻ സ്റ്റാർ എന്നാണ്. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുകയും ഹായ് ഗൈസ്, പേരെന്താ ഗൈസ്? അൻഷിത, ഐഷ, ആഷി. ഓക്കെ, ഞങ്ങളുടെ പടക്കുതിര സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്കൊരു ടാസ്ക് തന്നാണ്. നിങ്ങൾ സിനിമകളൊക്കെ ചെയ്യാറുണ്ടോ? കാണാറുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായോ? എന്റെ പേരറിയോ? ഇല്ല, കണ്ടിട്ടുണ്ട്, സിജ. പക്ഷെ പേരറിയില്ല അല്ലേ? സിജ. ആ വെള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഓ താങ്ക് യു. ഇഷ്ടമാണോ? താങ്ക് യു. വർക്ക് ചെയ്യണോ? നൈസ്. ഞങ്ങൾ പടക്കുതിരയുടെ പ്രൊമോഷൻസ് ആയിട്ട് വന്നാണ്. ഒരു സിനിമ 24th റിലീസ് ഉണ്ട്, ഏപ്രിൽ 24. രമ്യ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് ആൻഡ് ടോക്ക്. അപ്പൊ അത് ഭയങ്കര ഇതും ഞങ്ങൾക്ക് പ്ലാൻഡ് അല്ലായിരുന്നു. കഴിഞ്ഞു, ഇനി അടുത്ത ടോക്കിലേക്കാണ്. പറഞ്ഞു താങ്ക് യു. എന്റെ ഏറ്റവും ഇളയ മോൻ അവരുടെ ജെൻസി. ഇങ്ങനെ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. ഇവിടെ ഉണ്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ. ഹായ്, ഹലോ. നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ ഈവനിങ് ഒരു പ്രൈവസി, നിങ്ങൾ എല്ലാരും കൂടെ റിലാക്സ് ചെയ്യാവുന്ന സമയത്ത് ഞങ്ങൾ അങ്ങ് വന്ന് അറ്റാക്ക് ചെയ്തു. ബുദ്ധിമുട്ടായോ? ഒരു ബുദ്ധിമുട്ടില്ല. താങ്ക് യു സോ മച്ച്. ഇവരുടെയൊക്കെ സിനിമകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? താങ്ക് യു. ഞാൻ വിചാരിച്ചു അങ്ങനൊന്നും ഇല്ലാന്ന് പറയാൻ. എനിക്ക് ഭയമാണ്, നമുക്കൊരു ഭയമുണ്ട്. നമ്മളുടെ ഏതെങ്കിലും മോശം സിനിമ ഇന്നലെ കണ്ടിട്ട് വരികയാണെങ്കിൽ. പക്ഷെ അജുവിനെ ഇഷ്ടമല്ലാത്തതായിട്ട് അജു ഏത് ക്യാരക്ടർ ചെയ്താലും അതിന് അതിന്റേതായിട്ടുള്ള ഒരു ചാമുണ്ട്. ചേച്ചി നമ്മുടെ ഉള്ളിൽ പേടി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, പറഞ്ഞോ. ഗുഡ് ആക്ടർ ആണ്.
ഇപ്പോൾ ടൈപ്പ് ഓഫ് ഫിലിമിലും അതിനനുസരിച്ചുള്ള ക്യാരക്ടറിങ് കറക്റ്റായിട്ട് ചെയ്തു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആക്ടിങ് ഫീൽഡിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങോട്ട് തന്നെ നീ ഡിഫറെന്റ് ആയിട്ട് ഏത് ക്യാരക്ടർ ചെയ്യുന്ന കാണാനാണ് കൂടുതൽ ഇഷ്ടം? കൂടുതലൊരു നെഗറ്റീവ് സൈഡിലും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതാ ഈസി. നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ചേച്ചി കോമിക്കൽ ഇതാണ് സൈഡ് ആക്ടിങ്. നെഗറ്റീവ് ആണ് ഈസി. കേട്ടോ? ഓക്കെ, എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു പാവത്താൻ പോലെ ആണെങ്കിലും പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് ഫിലിമിലൊക്കെ ആളടുത്ത്. അയച്ചാൽ നമ്മൾ റിയൽ ലൈഫിലൊക്കെ കണക്ട് ആവുന്നുണ്ട്. എവിടെയാ സ്വദേശം? സ്വദേശം മലപ്പുറം എടപ്പാൾ വർക്ക് ചെയ്യാണ് ഇവിടെ. വർക്ക് ചെയ്യാണ് കമ്പനി ആയിട്ട്. കുട്ടി പേര് പറ. കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു വർക്ക് ചെയ്യണോ? ഓക്കെ. കൃഷ്ണേന്ദുവിന് എന്താ അജുന്റെ അല്ലെങ്കിൽ ഈ ഒരു ടീമിന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സിനിമയുടെ പേര് പടക്കുതിര എന്നാണ്. 24th റിലീസ് ചെയ്യാണ്. ഫൺ എന്റർടൈനർ ആണ്. ഒരു ഫോർമുല ഡ്രിവൻ നമ്മളെ ചിരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങി. ഫാമിലിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പറയുന്നില്ല. ഞാൻ യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി. കാര്യം ജോമോനുണ്ട്, ഷമീറുണ്ട്, അഖിലേട്ടനുണ്ട്. അപ്പം മോർ ഓഫ് യങ്സ്റ്റേഴ്സിന് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. ഡയറക്ടർ സാർ പറയുന്നുണ്ട് ഫാമിലി എന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ഒരു എച്ച് കുറവാണ്. ഓ നൈസ്, അത് കൊള്ളാം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക. ഫ്രണ്ട്സിനോടും പറയാ, ഫാമിലിയോടും പറയാ, പോയിട്ട് കാണണം കേട്ടോ. April 24. താങ്ക് യു. ഓക്കെ Thank you. ഓക്കെ ഓക്കെ. സപ്പോർട്ട് തരണം കേട്ടോ. അവൻ ഡിസ്റ്റർബ് ചെയ്തായിരുന്നു. അതെന്താ ഷമീർ ചിരിച്ചത്? ഞാൻ അത് അല്ല, ചോദിക്കാൻ ഇതിനൊക്കെ യങ്സ്റ്റർ എന്ന് വിളിച്ചോണ്ട് തിരിച്ചു. യങ്സ്റ്റർപ്പോഴേ ഞാൻ ഇവിടെ കാണിച്ചിട്ട് യങ്സ്റ്റർ ചിരിക്കണം. ആ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അങ്ങനെ പറഞ്ഞു. അവൻ ശല്യപ്പെടുത്തരുത്. നമുക്കൊന്ന് ശല്യപ്പെടുത്തിയാലും വേണ്ട. ഷമീർ ഒന്നും ചെല്ലുന്നു. ഇല്ലില്ല. ഞങ്ങൾ പടക്കുതിര എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. 24th റിലീസാണ്. എല്ലാവരും വർക്ക് ചെയ്യണോ? ഹായ്, എന്ത് പേര്? ശ്രീജിത്ത്. പേരെന്താണ്? വിഷ്ണു. അരുന്ധതി. വെണ്ണില. ഞാൻ ഫസ്റ്റ് കൈയടിച്ചു. നല്ല പേരാ. അതെ, ഞാൻ ആദ്യം വന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? 24-ാം തീയതിക്ക് ശേഷം നല്ല അഭിപ്രായങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടിക്കറ്റ് എടുക്കുക, കാണുക. ഫസ്റ്റ് ഡേ പോയി കണ്ടോ? ടിക്കറ്റിൽ പോകാൻ ഞങ്ങള് നേരിട്ട് ഇവരെ വന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തായാലും നിങ്ങൾ പോയി കാണണം. നമ്മളൊരു സൈക്കിൾ ഒരു മൈക്കും പറ്റിയിട്ട് ഇറങ്ങാൻ പോകുന്നത്. Thank you so much. Thank you so much. താങ്ക് യു. Big fan, big fan. ഷമീറെ വന്നപ്പോഴത്തിന് പൈസ ചെലവാക്കി. ചൂരൽ ഫാൻസ്. വെറുതെ ഷമീർ പറഞ്ഞേ, വരൂ വരൂ നമുക്ക് അപ്പൊ കണ്ടോട്ട് ചോദിക്കാതെ ഷമീർ പറയും. പറഞ്ഞായിരുന്നോ? അവരുടെ അടുത്ത് പോയി ചോദിക്കാം. താങ്ക് യു. അജിന്റെ ഫാനാ. ആണോ? താങ്ക് യു. അപ്പൊ സ്കൂളിലായിരുന്നോ? തോന്നി. പക്ഷെ എപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കുന്നില്ലേ? അവരാണോ? ശരി, അപ്പൊ കാണണേ, പടം കാണണല്ലോ. കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇലക്ഷന് വോട്ട് ചോദിച്ചു പോണ ഒരു ഫീലിംഗ് അല്ലേ? ശരിയല്ലേ? പക്ഷെ കൊള്ളാം. പടം കാണാം. ഈ നേരിട്ട് ഉള്ളൊരു റെസ്പോൺസ് അതാ ചേച്ചി. ഒരു കൈയകലത്ത് നിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ രാത്രി ടിവിയിൽ ഇപ്പൊ നമ്മളുടെ ഒരു മോശം പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു മോശം സിനിമയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കൈയകലത്ത് മാറിയിരിക്കുന്നത് നല്ലത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അജുവിന് അപ്പൊ അജു ചെയ്തു പോയ ക്യാരക്ടറില് അല്ല, എന്നാലും ഇന്നത്തെ തലമുറ ചിലപ്പോൾ അവർ പ്രതികരിക്കും. അതെ, എന്നാലും അജുവിന് തോന്നുന്നത് അജു പ്ലേ ചെയ്ത ഏത് ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും ഇവര് അങ്ങനെ പറയാനുണ്ടാവുക? ഏതാ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലോ. കൊറേ ഉണ്ടോ? ഇത്രയും ഫില്ല് ചെയ്യാം. ആണോ? പിന്നെ അപ്പൊ അത് നമ്മൾ അധികം പബ്ലിസിറ്റി കൊടുക്കില്ലല്ലോ.
അതല്ലേ അജുനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആ. അപ്പൊ ഞാൻ ഓർത്തു ഇനി മേലെ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യരുതെന്ന് ഒന്നും ചോദിക്കുമെന്നു. അങ്ങനെ വല്ലതും പറയരുതെന്ന്. ഞാൻ എൻജോയ് ചെയ്ത സിനിമയെ പടക്കുതിര കേട്ടപ്പോഴും ശരി, വർക്ക് ചെയ്തപ്പോഴും ശരി. ഞാൻ ഒരാളെ 500 കൊടുത്ത് വിട്ടായിട്ടല്ല ഇതിന്റെ വന്ന് എന്റെ സെൽഫി എടുക്കണമെന്നും പറഞ്ഞു. പോയി. അവ പൈസ കൊണ്ട് പോയി. 6 മണി കഴിഞ്ഞു. അപ്പൊ പോയി. 500 പോയി. ആള് പൈസ കൊണ്ട് പോയി. ഇവിടുത്തെ 6 മണി കഴിഞ്ഞ് ഞാൻ പണിയെടുക്കില്ലെന്ന്. ഇനി അഖിലിന്റെ അടുത്ത് ചോദിക്കട്ടെ, അഖിൽ ഇങ്ങനെ എപ്പോഴും ഓരോ കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടേയിരിക്കും. അഖിലിന്റെ മനസ്സിൽ എപ്പോഴും എന്ത് കണ്ടാലും എന്തൊക്കെ എവിടെ വന്നാലും അഖിലിന് ഇങ്ങനെ ഐഡിയാസ് പടപടപടപടേന്ന് വന്നോണ്ടിരിക്കും. നിങ്ങളുടെ ഈ പടക്കുതിരയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അഖിലിന്റെ മനസ്സിലൂടെ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ടന്റ്സുകൾ വന്നിട്ടുണ്ടാവുമോ? അല്ല അങ്ങനെയല്ല. നമ്മളിപ്പോ ഞാനിപ്പം ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ Counter-കൾ നമ്മൾ നമ്മളങ്ങനെ ഞാൻ പണ്ടുതൊട്ടേ അങ്ങനെയാണ് കൂട്ടത്തിൽ. അങ്ങനെയാണ് ഞാനിപ്പം ഈ ഒരു ഫീൽഡിൽ വന്നതും. കുറെ കണ്ടന്റ് ബാക്ക് സ്റ്റേജിലായിരുന്നു. ഞാൻ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു കണ്ടന്റ് ക്രിയേറ്ററായിട്ടും റൈറ്ററായിട്ടും. സ്റ്റാർ മാജിക് ഫ്ലവേഴ്സില് സ്റ്റാർ മാജിക്കില് നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ചെവിയിലെ ഇയർ എന്താ പറയാ In ഇയറില് ആ. അഖിലേട്ടൻ കൗണ്ടർ തരും, ഓ നമുക്ക് കൗണ്ടർ പറഞ്ഞു തരും. ഞാൻ ഇന്നീർ തൊഴിലാളിയായിരുന്നു അവിടെ. എന്റെ മുമ്പ് ഒരു 8 മൈക്ക് വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇന്നീർ പല ആൾക്കാരെ. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. ആ. പക്ഷെ അജുവിന് അങ്ങനെ ഒരാള് കൗണ്ടർ പറഞ്ഞു തരണം. അജു അല്ലാതെ വളരെ ഞാൻ പറയില്ല. പക്ഷെ അജുവിന്റെ ഒരു ക്വാളിറ്റി അജുവിന് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ പലരും പറയാറില്ല. ഞാൻ ഈ ഇന്നേർ കേട്ടിട്ടാണ് കൗണ്ടർ പറയുന്നത്. അതിലത് പലരും കുഴപ്പമില്ല. പറയാറില്ല. അല്ലണ അതെ, ഫ്രാങ്ക് എണ്ണം പറഞ്ഞു. പക്ഷെ പല ആക്ടേഴ്സും അങ്ങനെ പറയില്ല. പറയാറില്ല. മനസ്സിലായി. കാരണം നമ്മളിപ്പോ ഞാനിപ്പം PCR മോണിറ്റർ ഫ്രണ്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു റിപ്ലൈ ഒരു കൗണ്ടർ വരുമ്പോൾ നമ്മളത് അവർക്ക് ഇന്നേർ ഫീഡ് ചെയ്യും. പറയും അപ്പൊ അത് ചിലര് കറക്റ്റ് ടൈമിങ് ആയിരിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകൻ ഒരിക്കലും അത് ഇന്നേർ ഫീൽഡിൽ കേട്ടില്ലെങ്കിൽ അപ്പൊ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു തരും. എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇപ്പൊ ഈ സിനിമ മാത്രമല്ല വേറെ സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ചില സീക്വൻസ് ഒക്കെ നമുക്ക് എനിക്ക് സ്റ്റക്ക് ആകുമ്പോൾ ഞാൻ അഖിലേട്ടനോട് ചോദിക്കും. അത് നമുക്ക് ആ ഒരു സമയത്ത് അദ്ദേഹം തരും ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ നമുക്ക് അത് യൂസ്ഫുൾ ആണോ, പിന്നെ ബോധറേഷൻ ഇല്ല. അജുണ അപ്പോഴും ഓക്കെ അടിച്ചിട്ട് നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത പടത്തിലും ചോദിച്ചപ്പോഴത്തേക്ക് അജുണ വന്നിട്ട് അത് നമ്മൾ ആ സീക്വൻസ് സോങ് കെട്ടി പരിപാടി. പക്ഷെ എനിക്കിപ്പോ സർപ്രൈസ് ആയിട്ട് തോന്നി. ഞാൻ വിചാരിക്കണ അജു ഒക്കെ ഇല്ല, ഫുൾ ഞാൻ full കൗണ്ടറിന്റെ scripted ആ. ആശാനാണ്. പറയുന്ന എല്ലാ സംഭാഷണവും സ്ക്രിപ്റ്റഡാ. ചോദിച്ചറിയാം, ആണോ? ഒരു വരിയോ വല്ലം മാറി പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ഇല്ല. അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ധ്യാൻ, അജു, നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു വൈബിലാണെങ്കിലും ധ്യാനിനെ വെല്ലണ അജുന് പറ്റാറില്ലേ കൗണ്ടറിലും? ഒരു ഇല്ല. എവിടെ കിടക്കണു? ഓ, ഞാൻ ധ്യാനും രമേശ് പിഷാരടിയും കൂടി ഇരുന്നിട്ടാണ് ഇപ്പൊ ഒന്ന് ആ. അത്രയും രമേശ് അവരാണ് എത്രയോ പിന്നെ. വർഷത്തെ അതെ സ്റ്റാൻഡപ്പ് കൊമേഡി അല്ലെങ്കിൽ ഇൻ ബ്ലഡ്, ആ. അത് രണ്ടും കട്ടക്കാണ്. നിക്കും. അത് അപ്പൊ ഭയങ്കര അജു എന്നും ധ്യാനിന്റെ കൂടെ ഇരിക്കുമ്പോൾ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കില്ല. ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ. ഓക്കെ, അജുവാണ് ചിരിക്കും കേട്ടോ, രസിക്കും. അതെ. എനിക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം. ഇഷ്ടാണ്. ആ. ഓക്കെ, ഇനി നമുക്ക് ഈ സിനിമ ഇത് ശരിക്കും ഒരു കോമഡി തന്നെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോഴും ഈ ഒരു വൈബിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു മൂവി തന്നെയായിരിക്കും ഇത്. 100%. ഒരു ഫീൽ ഗുഡ് മൂവി, 100%. ഫാമിലിക്ക് വാച്ച് ചെയ്യാൻ Feel good പറ്റുന്ന Feel good എന്നല്ല, എന്റർടൈനർ. എന്റർടൈനർ ആണ്. ഓക്കെ, ഒരു ത്രില്ലിംഗ് പടമാണ്. ഒരു ആ ലാസ്റ്റ് ത്രില്ലിലാണ് എന്റർടൈൻമെന്റ് വരുന്നത്. entertainment ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കോമാളിത്തരങ്ങൾ കാണിക്കുന്നില്ല. ഞങ്ങളുടെ വളരെ മോശം അവസ്ഥകളാണ് പ്രേക്ഷകന് ചിരി വരുമായിരുന്നു. ഓക്കെ, അതെപ്പോഴും അങ്ങനെ അതെ, ആണല്ലോ അതെ. അത് കേൾക്കുന്നത്. ഓക്കെ അത് ഒരു ത്രില്ലിലൂടെ പോകുന്ന പറഞ്ഞാൽ ആ ത്രില്ലാണ് ഞങ്ങളുടെ മോശം അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ്. ഓക്കെ, സിജ പ്ലേ ചെയ്ത ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. എന്നാലും ഇത് ആ ഒരു ത്രില്ല് സിജയുടെ ക്യാരക്ടറിനും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ ഈ ത്രില്ല് ഫുൾ ഇവരങ്ങ് കൊണ്ടുപോയോ? ഞാൻ മറ്റേ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്ത് അവിടെ ത്രില്ല് അടിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇവരുടെ കൂടെ join ഈ ലൈഫ് പാർട്ണറിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെയ്തിട്ടില്ല. Life partner ആയിട്ടില്ല, പക്ഷെ എന്നാലും, നല്ല നമ്മൾ രീതിയിൽ ത്രില്ലടിക്കാതെ പൈസ കൊടുക്കുന്നത് ഞാൻ. ഞാനിവിടെ പണിയെടുക്കും, ഓഫീസിൽ ത്രില്ല് അടിക്കും, ഇവർ അടിച്ചു പൊളിക്കും. ഓക്കെ, അങ്ങനെ അപ്പൊ ഇവരിവിടെ നമുക്ക് ടൈം വളരെ കുറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല ഭയങ്കര രസം. പേടി വന്നു. ഭയങ്കര. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മോർ ഓഫ് ഫൺ ആക്കാമായിരുന്നു ടൈം കൂടുതലുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ കാണുന്നവർക്ക് ഈ രസം തോന്നട്ടെ. അതെ അതെ തീർച്ചയായിട്ടും. യെസ്, പാർട്ട് 2 അല്ലേ? യാ, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇവരെല്ലാരും വളരെ ത്രില്ലിലാണ് നിൽക്കുന്നത്. ഓടി 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 പടക്കുതിര ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ. അപ്പൊ പടക്കുതിര ഇപ്രാവശ്യം April 24 നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കൂടെ തുടരും ഉണ്ടായിക്കോട്ടെ, വേറെ ഏത് മൂവീസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് പടക്കുതിര തന്നെ ആവട്ടെ. അപ്പൊ നമുക്ക് 24th പടക്കുതിര മാത്രമേ ഉള്ളൂ, വേറെ ഒരു സിനിമയില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്ക് കോമ്പറ്റീഷനേക്കാൾ ഉപരി നമുക്ക് ആ സിനിമ വലിയൊരു സാർ അന്ന് പ്രൊഡ്യൂസറും കൂടെയാണേ.
അദ്ദേഹത്തിന്റെ വൈഫാണ് പ്രൊഡ്യൂസർ. സോറി. ഓക്കെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സാറിന് ഉള്ളപ്പോൾ പറയാത്ത പോയിന്റാണ്, ഒരു വലിയ ഇത് വരുമ്പോൾ ഒരു സെൻസിബിൾ പ്രൊഡ്യൂസർ ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റാർ കാസ്റ്റ് അത്രയും ഇല്ലാത്തൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ളൊരു സിനിമ സെൻസിബിൾ ആയിട്ട് ഒരാൾ സേഫ് ഡേറ്റിന് ഇറക്കുക, ഓക്കെ, അതായിരുന്നു റീസൺ. ഉദ്ദേശം പക്ഷെ അത് ആ റീസൺ പാളിപ്പോയി വീണ്ടും. അത് സാരമില്ല. നമുക്ക് ഏപ്രിൽ 24 നമുക്ക് പടക്കുതിര കണ്ടിട്ട് ബാക്കി നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ ടേക്ക് ഓഫ് ചെയ്യും. സൂപ്പർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്തായാലും ഒരുപാട് ഫൺ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. Thank you. ഓക്കെ.